നമ്മുടെ എടത്തോറം പൂന്താനം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ സപ്താഹ വായന ഇന്നലത്തോടെ കഴിഞ്ഞു കേട്ടോ. കുറേ പേര് നമ്മളെ വീഡിയോ കണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അമ്പലത്തിൽ വന്ന് കൈയൊക്കെ പിടിച്ച് സംസാരിച്ചപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. ഞങ്ങൾ ഇന്നലെ തന്നെ തിരുമാന്താംകുന്ന് അമ്പലത്തിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അച്ചോള് 2 ദിവസം കഴിഞ്ഞാൽ പോവുമല്ലോ. അപ്പോൾ പിന്നെ അവർ പോണതിൻ്റെ മുന്നേ തന്നെ എല്ലായിടത്തേക്കും ഒന്ന് പോയി തൊഴുത് വരാമെന്ന് ഓർത്തിട്ട് നമ്മൾ പാടത്തു കൂടെ നടന്നിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയാണ്. രാവിലത്തെ സമയത്ത് അമ്പലത്തിലെ ഈ ഒരു പാടത്തിലൂടെ നടന്ന് നമ്മുടെ ഭഗവതി കണ്ടൊക്കെ കണ്ട് കൽപ്പാലത്തിലൂടെയൊക്കെ പോയി അങ്ങനെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അമ്മയ്ക്ക് ഞാൻ പുതിയ സാരി വാങ്ങിക്കൊടുത്തതാണ്. ഞാൻ അമ്മയോട് പറയാം, അമ്മ എല്ലാവരും കാണിക്കും പറയുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇന്ന് അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഞായറാഴ്ച ദിവസം മംഗല്യപൂജ ഉള്ളത് കാരണം നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് വല്യച്ഛനും അതുപോലെ തന്നെ അച്ചോളും വേറൊരു ദിവസം രാവിലെ വന്ന് മെല്ലെ ഒന്ന് തൊഴുത് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അകത്ത് അങ്ങോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ പേര് നമ്മളെ കണ്ടിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നമ്മുടെ വഴിയോര കച്ചവടങ്ങൾ എന്നുള്ള രീതിയിൽ അമ്പലത്തിലേക്ക് കയറുന്ന അവിടെ തന്നെ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ അധികം ജ്വല്ലറീസും വളകളും കുപ്പിവള എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്, എനിക്ക് പ്രാന്താണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കുപ്പിവളകൾ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒച്ച ഉണ്ടാക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞ് പക്ഷികൾ, തവള, കിളി അങ്ങനത്തെ സാധനങ്ങളില്ലേ, കുട്ടികളെ പറ്റിക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ പയറുണ്ടായിരുന്നു. അപ്പോൾ അമ്മ കുറച്ച് പയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സെറ്റ് മുണ്ടൊക്കെ നല്ല ഓഫറിൽ ഇങ്ങനെ കണ്ടു. എനിക്ക് തോന്നുന്നു ഈ ഓൾഡ് സ്റ്റോക്കൊക്കെ ഇങ്ങനെ വിറ്റഴിക്കണില്ല, ആ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ വലിയച്ഛൻ പറഞ്ഞു, ഒന്നും നമുക്കൊരു മസാല ദോശ അങ്ങോട്ട് കാച്ചിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ദോശ മാത്രം ആക്കണ്ട. അച്ഛനോട് പറഞ്ഞു ഒരു കാപ്പിയും കൂടെ അങ്ങോട്ട് കാച്ചാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും അമ്മയും മസാല ദോശ ഫാനാണ് കേട്ടോ. പ്ലസ് ഉഴുന്നുവട. ഓരോ സ്ഥലത്ത് ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇത് വലിയ തരക്കേട് ഉണ്ടായിരുന്നില്ല, വലിയ വാവ് ഒന്നുമില്ല, പക്ഷെ വലിയ തരക്കേടില്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് 2-3 സെറ്റ് മുണ്ടും കാര്യങ്ങളും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. പിന്നെ എൻ്റെ ഈ ഒരു ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമായി. നല്ല ഭംഗിയില്ലേ, ആനക്കുട്ടിയുടെ പ്രിൻ്റൊക്കെ ആയിട്ട്.